ബികോം എന്നുള്ള സംഭവം എടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ അതൊരു മെയിൻ സംഭവമാണ്. ഇപ്പം ബികോം അല്ലെങ്കിൽ ഡിഗ്രി വേണം. അതില്ലാതെ നമ്മൾ വേറെ പ്രൊഫഷണൽ കോഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെ സെറ്റ് ആവും എന്നുള്ളതാണ്. അപ്പൊ ബികോം കഴിഞ്ഞിട്ട് വേറെ ഏത് ചിന്തയും കാട്ടി കൂടുതൽ ബികോം വേണം എന്നുള്ളതാണ്. സെയിം ക്വസ്റ്റ്യൻ ഞാൻ ശരിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് നേരിട്ടത് കൊണ്ട് തന്നെയാണ് +2 കഴിഞ്ഞ് നേരിട്ട് ഞാൻ ശരിക്കും ഈ കോഴ്സിലോട്ട് വരാൻ മടിച്ചത്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് തന്നില്ല എന്നുള്ളതാണ്. ബട്ട് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീണ്ടും എന്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സാറ്റർഡേ സൺഡേ ഒക്കെ ആയിട്ട് ഇതിനും കൂടെ പഠിച്ചു, ഇതിന്റെ ഫൗണ്ടേഷൻ കോഴ്സും കൂടെ പഠിച്ചു. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. ദ തിങ് ഈസ്, ഡിഗ്രി ഉണ്ടാവുന്നത് ഒരു അഡീഷൻ തന്നെയാണ്. കാരണം CA ആണ്, കുറച്ച് ടഫാണ് കോഴ്സ്. പക്ഷേ ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം, CA പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡേ ബിഫോർ ദ എക്സാം നമ്മളൊന്ന് റിവിഷൻ നടത്തിയിട്ട് നമുക്ക് ആ പേപ്പേഴ്സുകൾ എഴുതിയെടുക്കാൻ പറ്റും. കാരണം അത്ര ഡീപ്പായിട്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് കൊണ്ട് സബ്ജക്റ്റുകളാണ്. അവിടെ അക്കൗണ്ട്സ് ഉണ്ട്, ഇവിടെ അക്കൗണ്ട്സ് ഉണ്ട്, ലോ ഉണ്ട്, ഇവിടെ ലോ ഉണ്ട്, ഇവിടെ ടാക്സേഷൻ പഠിക്കുന്നുണ്ട്, ഇവിടെ ടാക്സേഷൻ പഠിക്കുന്നുണ്ട്, കോസ്റ്റിംഗ് ഉണ്ട്, സെയിം സബ്ജക്റ്റുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ CA പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊഫഷണൽ കോഴ്സും ഒപ്പം നമ്മുടെ ഡിഗ്രിയും ഡിഗ്രി എന്തായാലും കിട്ടും. പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ഒരാള് പ്രൊഫഷണൽ കോഴ്സ് ഇനി കുറച്ച് സ്ട്രഗിൾ ചെയ്താലും ഡിഗ്രി അവൻ എന്തായാലും എടുക്കാൻ പറ്റും. ജസ്റ്റ് ഡിഗ്രി പഠിച്ചപ്പോൾ ഡിഗ്രിയിൽ അതിലെ ബേസിക്സ് അത്രേ പഠിക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾ CA എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ട് ഡിഗ്രിയിൽ പഠിക്കുന്ന സംഭവങ്ങൾ തന്നെ അതിന്റെ ഒരു പഠിക്കുന്നുണ്ട്. പ്രൊഫഷണൽ കോഴ്സ് ആണല്ലോ. പ്രൊഫഷണൽ ലെവലിൽ തന്നെ അതിന്റെ എക്സാംസും അതിന്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും മറ്റത് ചുമ്മാ പോയി എഴുതാനുള്ള ഒരു സംഭവം. മറ്റത് നമുക്ക് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം, എക്സാംസുകൾ എഴുതിയാൽ തന്നെ മതിയാവും എന്നുള്ളതാണ്.